Welcome to another video of computer science subject data structure using C, and this is our last module. Okay, fifth module first topic ആണ് graph. Fifth module main ആയിട്ട് three concepts ആണുള്ളത്. First one graph, then searching, then hash function, hash table എന്നുള്ളൊരു concept, last sorting. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള module ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാഫിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഗ്രാഫിലെ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ്, ടൈപ്സ്, അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ്, അങ്ങനെ പക്ക തിയറി ആയിട്ടുള്ള ഒരു പോർഷനാണ് നോക്കാൻ പോകുന്നത്. എളുപ്പമാണ്. അതിന് മുൻപ് നമുക്ക് യൂണിറ്റ് 5ൻ്റെ സിലബസ് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് ഉണ്ട്, അതുപോലെ ഡെഫിനീഷൻ, ടെർമിനോളജി, ഡയറക്റ്റഡ്, അൺഡയറക്റ്റഡ് ആൻഡ് വെയ്റ്റഡ് ഗ്രാഫ്, അതായത് ടൈപ്സ് ഓഫ് ഗ്രാഫ് ആണ് കേട്ടോ. ഈ ഒരു 3 ടൈപ്പിനൊന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്, ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ ട്രീ ട്രാവേഴ്സൽ കണ്ട പോലെ തന്നെ ഗ്രാഫ് ട്രാവേഴ്സൽ, അതിലും ഡെപ്ത് ഫസ്റ്റ്, ബ്രെഡ്ത്ത് ഫസ്റ്റ് ട്രാവേഴ്സൽസ് ഉണ്ട്. ആ ഗ്രാഫിൻ്റെ അപ്ലിക്കേഷൻസ് അത് കഴിഞ്ഞു. ദെൻ സെർച്ചിങ്ങിൽ പറയുമ്പോൾ 2 ടൈപ്പ് സെർച്ചിങ് ആണ്, സീക്വൻഷ്യൽ സെർച്ചിങ്ങും ബൈനറി സെർച്ചിങ്ങും. അത്രയേ ഉള്ളൂ. ദെൻ അടുത്ത ടോപ്പിക്ക് ഹാഷിങ്. ഹാഷിങ്ങിൽ ലീനിയർ ഹാഷിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ ഹാഷ് ഫങ്ഷൻസ്, ഹാഷ് ടേബിൾ സെർച്ചിങ്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ദെൻ സോർട്ടിങ്ങിൻ്റെ അകത്ത് ക്വിക്ക് സോർട്ട്, എക്സ്ചേഞ്ച് സോർട്ട്, സെലക്ഷൻ സോർട്ട് ആൻഡ് ഇൻസേർഷൻ സോർട്ട്, ഇത്രയും സോർട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് മൊഡ്യൂൾ ഫുൾ സിലബസ് വരുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഗ്രാഫ്. Graph is an abstract data structure that is used to implement the mathematical concept of graphs. Okay, so graph means it's an abstract data structure. It's a data structure ആണ്, it's used to implement a method. നമ്മൾ നോർമലി പറഞ്ഞ ആ മാത്തമാറ്റിക്കൽ, നമുക്ക് അറിയാവുന്ന മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഓഫ് ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. G is equal to V, V is a set of vertices, C is a set of edges എന്നുള്ള സെയിം കൺസെപ്റ്റ് തന്നെ അത് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് ഗ്രാഫ്. So basically a collection of vertices. അറിയാലോ, vertices are also called nodes എന്നും പറയും, അതുപോലെ തന്നെ edges. So collection of vertices and edges that connects these vertices. Set of vertices ഉണ്ടായിരിക്കും, then ആ verticesനെ കണക്ട് ചെയ്യുന്ന set of edges ഉണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ ട്രീനെ പറ്റിയായിരുന്നു. സോ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ട്രീൻ്റെ ഒരു ജനറലൈസ്ഡ് കൺസെപ്റ്റ് തന്നെയാണ്. സോ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എ പ്യുവർലി പാരന്റ് ടു ചൈൽഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നോഡ്സ്, ദ കൈൻഡ് ഓഫ് കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ക്യാൻ എക്സിസ്റ്റ്. അപ്പൊ ട്രീയും ഇങ്ങനെ തന്നെയായിരുന്നു, സെറ്റ് ഓഫ് നോഡ്സ് ആയിരുന്നു, അവരെ കണക്ട് ചെയ്യുന്ന എഡ്ജസ് ആയിരുന്നു. പക്ഷെ അവിടെ ഒരു പാരന്റ് ചിൽഡ്രൻ റിലേഷൻ ആയിരുന്നു. ഒരു റൂട്ട് നോഡ്, ദെൻ അതിന് ചിൽഡ്രൻ, ദെൻ അതിന് എഗെയിൻ ചിൽഡ്രൻ നോഡ്സ്, അങ്ങനെയായിരുന്നു ട്രീയിലെ കണക്ഷൻസ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എങ്ങനെ വേണമെങ്കിലോ പ്രത്യേകിച്ച് ഒരു റൂട്ട് അങ്ങനെയൊന്നും ഇല്ല. കോംപ്ലെക്സ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ കണക്ഷൻസ് എല്ലാം പോസിബിൾ ആണ്. Graphs are widely used to model any situation where entities or things are related to each other in pairs. പെയേഴ്സ് ആയിട്ട് ഒരു എൻറ്റിറ്റീസ് പെയേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന എന്തും, ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ, അതായത് കുറച്ച് സിറ്റീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ തമ്മിലുള്ള റൂട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഫാമിലി ട്രീസ്, ഒരുപാട് കാര്യങ്ങൾ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഗ്രാഫ് ക്യാൻ ബി ഡയറക്റ്റഡ് ആവാം, അൺഡയറക്റ്റഡ് ആവാം. അൺഡയറക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജസ് ഡു നോട്ട് ഹാവ് എനി ഡയറക്ഷൻ, ആരോസ് ഉണ്ടാവില്ല എഡ്ജസിന്. ഡയറക്റ്റഡ് എന്ന് പറയുമ്പോൾ അതായത് ഏത് വഴിക്കും ട്രാവൽ ചെയ്യാം നമുക്ക്. പക്ഷെ ഡയറക്റ്റഡ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ആരോ പറയുന്ന വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ ഫോർമൽ ഡെഫിനിഷനിലേക്ക് വരാം. G is equal to VE consists of two sets, V and E, where V is a set of nodes and E is a set of edges with a unique pair of nodes in V denoted E is equal to UV. അപ്പോൾ എഡ്ജ് എന്ന് പറയുന്നത് UV, അതായത് ഒരു നോഡിനെ, 2 നോഡ്സിനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് എഡ്ജ്. കൺസിഡർ എ ഗ്രാഫ് വി ജി. ഇപ്പൊ തന്നിരിക്കുകയാണ് ഒരു ഗ്രാഫ് കേട്ടോ, നമുക്കിത് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. വി ഓഫ് ജി ഇസ് ഈക്വൽ ടു ABCDE. അതായത് ഗ്രാഫിൽ ഇത്രയാണ് നോഡ്സ്, ABCDE 5 നോഡ്സ് ഉണ്ട്. ആൻഡ് എഡ്ജസ് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുമുണ്ട്, ABBCCDDEEAAD തന്നിട്ടുമുണ്ട്. അപ്പൊ എളുപ്പമല്ലേ ഗ്രാഫ് വരയ്ക്കാൻ. അപ്പൊ ഞാൻ ആദ്യം ഈ ABCDE എന്ന് പറഞ്ഞ എല്ലാ നോഡ്സിനെയും വരച്ചു വെച്ചു കേട്ടോ. അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു എല്ലാ നോഡ്സിനെയും. ഇനി ഇവരുടെ ലൈൻസ് വരയ്ക്കാം. AB, അപ്പൊ എനെയും ബിനെയും കണക്ട് ചെയ്തു. BC, ബിനെയും സിനെയും കണക്ട് ചെയ്തു. അടുത്ത ആരാ, CD, സിനെ ഡിനെ കണക്ട് ചെയ്തു. DE കണക്ട് ചെയ്തു. EA ചെയ്തു. അടുത്തത് AD. ഓക്കെ,
ഇതാണ് നമ്മളുടെ ഇപ്പൊ പറഞ്ഞ ഗ്രാഫ്. ഭയങ്കര എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ ഗ്രാഫ്. ഇനി ഗ്രാഫിലെ ടെർമിനോളജീസ്, കുറച്ച് റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഗ്രാഫ് റിലേറ്റഡ് കാര്യങ്ങൾ. ആദ്യത്തേത് അഡ്ജസന്റ് നോഡ്സ് ഓർ നൈബേഴ്സ്. ട്രീയിൽ നമ്മൾ സിബ്ലിങ്സ് എന്ന് പറഞ്ഞു. ഒരു പാരന്റിന്റെ തന്നെ 2 ചിൽഡ്രൻ ആണെങ്കിൽ അതിനെ സിബ്ലിങ്സ് എന്ന് പറഞ്ഞു. ഇവിടുത്തെ കൺസെപ്റ്റ് അഡ്ജസന്റ് നോഡ്സ് എന്ന് പറയും. അഡ്ജസന്റ്, ഇവിടെ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അല്ലല്ലോ ഗ്രാഫിലുള്ളത്, അത് ട്രീയിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് അഡ്ജസന്റ് നോഡ്സ് ഉണ്ട്. അഡ്ജസന്റ് നോഡ്സ് അതല്ലെങ്കിൽ നമുക്ക് നൈബേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, so for every edge E is equal to UV that connects nodes U and V, the nodes U and V are the end points and are said to be the adjacent nodes or neighbors. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു എഡ്ജിന്റെ അപ്പുറം ഇപ്പുറം കാണുന്ന നോഡ്സ് ഉണ്ടല്ലോ, അവരാണ് നൈബേഴ്സ്. അതായത് അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ എയും ഡിയും എടുത്തു കഴിഞ്ഞാൽ അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അപ്പൊ ഇവര് എയും ഡിയും നൈബേഴ്സ് ആണ്. അപ്പൊ ഇത് പറഞ്ഞു ഫോർ എവറി എഡ്ജ്. അപ്പൊ ഓരോ എഡ്ജിനും നൈബേഴ്സ് ഉണ്ടാവും. ഓരോ എഡ്ജ് എടുത്താലും അതിന്റെ രണ്ടറ്റവും നൈബേഴ്സ് ആണ്. ഫോർ എവറി എഡ്ജ് ദാറ്റ് കണക്ട്സ് നോഡ് യു ആൻഡ് വി. ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യുന്നത് എയും ഡിയും ആണ്. The nodes U and V are the end points and are said to be the adjacent nodes or neighbors. So the end points of every edge എന്ന് പറയുന്നത് നൈബേഴ്സ് ആണ്. അപ്പോൾ എയും ഡിയും നൈബേഴ്സ് ആണ്. അതുപോലെ നോക്കിയാൽ ഡിയും ഇയും നൈബേഴ്സ് ആണ്. ഇയും സിയും നൈബേഴ്സ് ആണ്. ബിയും ഡിയും നൈബേഴ്സ് ആണ്. എയും ബിയും ബിയും സിയും ഒക്കെ നൈബേഴ്സ് ആണ്. പക്ഷെ എയും സിയും നൈബേഴ്സ് അല്ല കേട്ടോ. എയും സിനെ നമുക്ക് ഇതിലേക്ക് ഒരു പാത്ത് ഇല്ല, പോവാന്ന് മാത്രം. പക്ഷെ ഇവരെ കോമൺ ആയിട്ട് ലൈൻ കണക്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ ഇവര് നൈബേഴ്സ് ഒന്നും അല്ല. അതുപോലെ എയും ഇയും കണക്ഷൻ ഇല്ല, സോ അവര് നൈബേഴ്സ് അല്ല. ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നൈബേഴ്സ് ആണ്. ഡിഗ്രി ഉണ്ട്. ഡിഗ്രി നമ്മൾ ട്രീക്കും ഡിഗ്രി പറഞ്ഞു, പക്ഷെ കുറെ കൂടി സ്പെസിഫൈ ചെയ്ത് നമുക്ക് ഒതന്റിക് ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ ഇവിടെ ആയിരിക്കും. ട്രീ ആവുമ്പോൾ എങ്ങനെയായാലും ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പറയാൻ ഗ്രാഫിലാണ് കൂടുതലും പോസിബിലിറ്റി ഉള്ളത്. സോ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് ദ നോഡ് യു. So degree of a node U, degree of U is the total number of edges containing the node U. അപ്പോൾ എ എടുത്തു കഴിഞ്ഞാൽ എയിൽ എത്ര എഡ്ജ് ഉണ്ട് അതാണ് ഡിഗ്രി. എത്ര എഡ്ജ് ഉണ്ട്? 2 ആണ് എന്റെ ഡിഗ്രി. ബി എടുത്തു കഴിഞ്ഞാലോ 3 ആണ് ബിന്റെ ഡിഗ്രി. ഡി നോക്കി കഴിഞ്ഞാൽ 1 2 3 ആണ് ബിന്റെ ഡിന്റെ ഡിഗ്രി. ഇക്ക് 2, സിക്കും 2. മനസ്സിലായല്ലോ? എത്ര നോഡ്സ്, എത്ര എഡ്ജസ് ഉണ്ടെന്നുള്ളതാണ്, ആ നോഡിലേക്ക് എത്ര എഡ്ജസ് വരുന്നു എന്നുള്ളതാണ് ഡിഗ്രി. ഡിഗ്രി 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് യു ഡസ് നോട്ട് ബിലോങ് ടു എനി എഡ്ജ്. സച്ച് നോഡ് ഇസ് നോൺ ആസ് എൻ ഐസൊലേറ്റഡ് നോഡ്. അതായത് ഇപ്പൊ ഇവിടെ ഒരു നോഡ് ഒറ്റയ്ക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡിന്റെ ഡിഗ്രി 0 എന്ന് വെച്ചാൽ അതിലേക്ക് ഒരു കണക്ഷനും ഇല്ല എന്നാണ്. ഒരു കണക്ഷൻ ഇല്ല എന്ന് വെച്ചാൽ അതൊരു ഗ്രാഫിലായിട്ട് ഒറ്റ നോഡായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഐസൊലേറ്റഡ്, ആ വേർഡ് മീനിങ് മനസ്സിലാവുമല്ലോ, ഐസൊലേറ്റഡ് നോഡ് എന്നാണ് പറയാം. അടുത്തത് റെഗുലർ ഗ്രാഫ്. It's a graph where each vertex has the same number of neighbors. That's every node has the same degree. Next topic is a regular graph. So it is a graph where each vertex has the same number of neighbors. Every node has a same degree. So എല്ലാ നോഡും സെയിം ഡിഗ്രി ആയിട്ടുള്ള ഗ്രാഫിനെയാണ് റെഗുലർ ഗ്രാഫ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ സെയിം ഡിഗ്രി എന്ന് പറയുമ്പോൾ എല്ലാ നോഡ്സിനും സെയിം നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഈച്ച് വെർട്ടെക്സ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് നൈബേഴ്സ്. സെയിം നമ്പർ ഓഫ് നൈബേഴ്സ്, അതായത് സെയിം നമ്പർ ഓഫ് എഡ്ജസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു ഞാനൊന്ന് വർക്ക് കേട്ടോ. സോ സിമ്പിളായിട്ടൊരു സ്ക്വയറോ ഒരു ട്രയാങ്കിളോ ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നോക്കി, ഇപ്പൊ ഇവിടെ ഒരു നോഡ്, ഇതാണ് ഒരു ഗ്രാഫ് എന്ന് വെച്ചോളൂ കേട്ടോ. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവറി നോഡ് ഹാസ് 2 നൈബേഴ്സ് അല്ലേ. ഇയാൾക്ക് 2, എല്ലാ നോഡിനും 2 നൈബേഴ്സ് ആണ്. സോ എവറി നോഡ് ഹാസ് എ സെയിം ഡിഗ്രി. സോ ഇങ്ങനത്തെ ഗ്രാഫിനെയാണ് റെഗുലർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് റെഗുലർ അല്ല കേട്ടോ. ഇവിടെ നോക്കിയാൽ ഒരാൾക്ക് 2 ഉള്ളൂ, അടുത്ത ആൾക്ക് 3 ഉണ്ട്, അങ്ങനെ മാറി മാറിയിട്ടാണ് ഡിഗ്രീസ്. സോ അത് റെഗുലർ അല്ല, ഇറഗുലർ ഗ്രാഫ് ആണ്. A regular graph with vertices of degree k is called a k regular graph or a regular graph of degree k. അപ്പോൾ നമ്മളുടെ ഈ ഗ്രാഫിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. എല്ലാ നോട്ട്സിനും 2 ആണ്. സോ ഇതിനെ 2 റെഗുലർ ഗ്രാഫ് എന്നാണ് പറയാം. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക് പാത്ത്.
അടുത്ത ടെർമിനോളജിയാണ്. പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് എഡ്ജസ് ദാറ്റ് കണക്ട്സ് എ സീരീസ് ഓഫ് വെർട്ടിസസ് ഇസ് കോൾഡ് എ പാത്ത്. സോ ഒരു വെർട്ടിസസിനെ കണക്ട് ചെയ്യുന്ന എഡ്ജസിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ് മീനിങ് തന്നെ എടുക്കാം. എയിൽ നിന്ന് നമുക്ക് സിയിലേക്ക് പോകണം. ഓക്കെ, സോ എ ബി സി ഇതല്ലേ പാത്ത്. അപ്പൊ അതിൽ എഡ്ജസ് വരുന്നത് ഏതൊക്കെയാ? എ ബിയും ബി സിയും ആണ് എഡ്ജസ് വരുന്നത്. സോ ഈ എ ബി ബി സി എന്നുള്ള എഡ്ജസ് ദാറ്റ് കണക്ട് എ ബി ആൻഡ് സി, ദാറ്റ് ഈസ് എ പാത്ത് ഫ്രം എ ആൻഡ് സി അല്ലെ. ഇനി ക്ലോസ്ഡ് പാത്ത്. ക്ലോസ്ഡ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് അറ്റ് ദ സെയിം നോഡ്. ഇപ്പൊ ഇവിടെ എയിൽ നിന്ന് ഞാൻ പോയി ബിയിലേക്ക് വന്നു, ദെൻ ഡിയിലേക്ക് വന്നു, തിരിച്ച് എയിലേക്ക് തന്നെ വന്നു. ക്ലോസ്ഡ് ആണ്. എയിൽ നിന്ന് പോയി ബി സി ഡി അല്ല ഇ ദെൻ ഡി എ. അപ്പൊ എങ്ങനെയായാലും തുടങ്ങിയവർക്ക് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് പാത്ത് ആണ്. സിമ്പിൾ പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ all of its nodes are distinct except the initial and last node. ഓക്കെ, സോ ഇതും സിമ്പിൾ പാത്ത് തന്നെയാണ്. അതല്ല, നോഡ്സ് റിപ്പീറ്റ് ആവാതിരിക്കുക. സ്റ്റാർട്ടിംഗ് നോഡും എൻഡിങ് നോഡും ഒഴിച്ച് ബാക്കിയുള്ളത് റിപ്പീറ്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ പാത്ത് എന്ന് പറയാം. അതായത് ഒരു സിമ്പിൾ അല്ലാത്ത പാത്ത് ഞാൻ പറയട്ടെ. ഇപ്പൊ എന്ന് വന്നു, ബിയിലേക്ക് വന്നു, ദെൻ ഡിയിലേക്ക് വന്നു, ദെൻ ഇ സി, ദെൻ എഗെയിൻ ബി, എഗെയിൻ ഡി, എഗെയിൻ എ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിയും ബിയും ഒക്കെ റിപ്പീറ്റഡ് ആവുന്നുണ്ട്. സോ അത് സിമ്പിൾ അല്ല. അല്ലാത്തൊരു നോർമൽ പാത്ത് എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിൾ പാത്ത് ആണ്. സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വേർട്ടിസസ് ആർ സി. ഇപ്പൊ നമ്മളിപ്പോ കണ്ടത്, അതായത് എയിൽ നിന്ന് പോയി ബി ഡി എ, ഫസ്റ്റും ലാസ്റ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ സൈക്കിൾ എന്ന് പറയാം. എ സിമ്പിൾ സൈക്കിൾ ഹാസ് നോ റിപ്പീറ്റഡ് എഡ്ജസ് ഓർ വേർട്ടിസസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ സൈക്കിൾ ആണ്. റിപ്പീറ്റഡ്, അതായത് ഈ ഫസ്റ്റും ലാസ്റ്റും നോഡും സെയിം ആണെന്ന് ഒഴിച്ചാൽ പിന്നെ വേർട്ടിസസ് ഒന്നും റിപ്പീറ്റ് ആവുന്നില്ല. കണക്റ്റഡ് ഗ്രാഫ്. എ ഗ്രാഫ് is said to be connected if for any two vertices there is a path from U to V. അപ്പൊ ഏത് ഒരു വെർട്ടിസസ്, രണ്ട് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അതിലേക്ക് ഒരു പാത്ത് ഉണ്ടായിരിക്കണം. There is no isolated nodes in a connected graph. ഇപ്പൊ നമ്മളിപ്പോ ഈ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു നോഡ് പോലും ഐസൊലേറ്റഡ് അല്ല അല്ലെ. ഈ നോഡിലേക്ക് എത്താതിരിക്കുന്ന ഒരു അവസ്ഥയില്ല. എല്ലാ നോഡ്സും കണക്റ്റഡ് തന്നെയാണ്. അപ്പൊ ഒരു സി എടുത്തു കഴിഞ്ഞാലും ഏത് നോഡിൽ നിന്നും സിയിലേക്ക് ഒരു പാത്ത് ഉണ്ട് അല്ലെ. ഇപ്പൊ ഡിന്ന് സിയിലേക്ക് പോകണമെങ്കിൽ ഡിന്ന് ഇ പോവാം, ഇന്ന് സിയിൽ പോവാം. അങ്ങനെ എങ്ങനെ നോക്കി കഴിഞ്ഞാലും കണക്ഷൻ ഉണ്ട്. സോ കണക്റ്റഡ് ആയിരിക്കണം. ബേസിക്കലി ആ വേർഡ് മീനിങ് തന്നെയേ ഉള്ളൂ, കണക്റ്റഡ് ആയിരിക്കണം. കണക്ട് ചെയ്യാത്ത ഒരു നോഡ് പോലും ഉണ്ടാവരുത്. A connected graph that does not have any cycle is called a tree. Okay, so connected graph that does not form any cycle is called a tree. So therefore a tree is a special graph ആണ്. ഇപ്പോ ഈ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ സൈക്കിൾസ് ഉണ്ട് അല്ലേ. ഈ ലൈൻ ഞാൻ എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ഇപ്പൊ സി റൂട്ട് നോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിൽ നിന്ന് ബിയിലേക്ക് രണ്ട് ചൈൽഡ്, ദെൻ എന് ബിക്ക് ഒരു ചൈൽഡ് എ, ഇക്ക് ഒരു ചൈൽഡ് ഡി. അപ്പോൾ എയും ഡിയും കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ലൈനും കൂടെ എടുത്ത് മാറ്റണം, എന്നാലാണ് അതൊരു ട്രീ ആവുള്ളൂ. അപ്പോഴല്ലേ സൈക്കിൾസ് ഫോം ചെയ്യാണ്ടിരിക്കുള്ളൂ. അപ്പൊ ഞാനിപ്പോ വരയ്ക്കാം. ഈ ഒരു ലൈനും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സിയിൽ റൂട്ട് നോഡ് ആവുന്ന ഒരു ട്രീ ആക്കി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി ട്രീ ഈസ് എ ഗ്രാഫ് വിത്ത് നോ സൈക്കിൾ. എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് no cycle is known as a tree. ടെർമിനോളജി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. കംപ്ലീറ്റ് ഗ്രാഫ്. കംപ്ലീറ്റ് കണക്റ്റഡ് ഗ്രാഫ് നമ്മൾ പറഞ്ഞു. അതായത് എല്ലാ നോഡ്സും കണക്ട് ചെയ്തിരിക്കണം. കണക്ട് ചെയ്യാത്ത ഒരു നോഡ് പോലും ഉണ്ടാവരുത്. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫുള്ളി കണക്റ്റഡ്. ഓൾ ഇറ്റ്സ് നോഡ്സ് ആർ ഫുള്ളി കണക്റ്റഡ്. There is a path from one node to every other node in the graph. അപ്പോൾ ഏത് നോഡിലേക്കും കറക്റ്റ് ആയിട്ടുള്ള പാത്ത് ഉണ്ടായിരിക്കണം. സോ എ കംപ്ലീറ്റ് ഗ്രാഫ് ഹാസ് n into n minus 1/2 edges where n is the number of nodes in G. Okay. സോ ഇത് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫുള്ളി കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ നെറ്റ്വർക്കിലൊക്കെ മെഷ് ടോപ്പോളജി ഒക്കെ പറയുന്ന പോലെ എല്ലാവർക്കും ഡയറക്റ്റ് പാത്ത് എടുക്കുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ സി നോക്കി ഇ പറഞ്ഞു. അപ്പൊ സിയിൽ നിന്ന് ഇയിലേക്ക് ഡയറക്റ്റ് ഒരു പാത്ത് ഉണ്ട് അല്ലെ. ദെൻ സിയിൽ നിന്ന് എയിലേക്ക് ഉണ്ട്, എയിൽ നിന്ന് ഡിയിലേക്ക് ഉണ്ട്. അപ്പൊ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളി കണക്റ്റഡ് ആയിരിക്കുന്ന ഗ്രാഫിനെയാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയാം. അപ്പൊ ഒരു കംപ്ലീറ്റ് ഗ്രാഫിന് n into n minus 1/2 എഡ്ജസ് ഉണ്ടായിരിക്കും.
ഇവിടെ 1 2 3 4 5 അല്ലെ. അപ്പൊ 5 into 4 20/2. സോ 10 എഡ്ജസ് ഉണ്ടെങ്കിലാണ് ഇവരെല്ലാവരെയും ഫുള്ളി കണക്റ്റഡ് ആക്കാൻ പറ്റുക. അപ്പോൾ n into n minus 1/2 എഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം n നോഡ്സ് വെച്ചിട്ട്. ഇനി ലേബിൾഡ് ഗ്രാഫ് അല്ലെങ്കിൽ വെയ്റ്റഡ് ഗ്രാഫ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ലേബിൾഡ് ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി എഡ്ജസ് ഇസ് അസൈൻഡ് സം ഡേറ്റ. ഓക്കെ, അതായത് ഈ എഡ്ജസിന്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം, ലേബിൾസ്, അതിന്റെ മെഷർമെന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പൊ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലേബിൾസ് വെയിറ്റോ ലെങ്തോ ആയിരിക്കാം. വെയിറ്റ് WE, വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ഗ്രാഫിലേക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ മാത്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കോസ്റ്റ് ഓഫ് ട്രാവേഴ്സിംഗ് ദ എഡ്ജ്. അതായത് ഇപ്പൊ സപ്പോസ് ഈ ഒരു നോഡ്സ് എന്ന് പറയുന്നതൊക്കെ സിറ്റീസ് ആണെന്ന് വിചാരിക്കുക, എഡ്ജസ് എന്ന് പറയുന്നത് അവരെ കണക്ട് ചെയ്യുന്ന റോഡ്സ് ആണ് അല്ലെങ്കിൽ പാത്ത് ആണെന്ന് വിചാരിക്കുക. സോ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് ഡി എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള കോസ്റ്റ് അതായിരിക്കാം. അതല്ലെങ്കിൽ ഇ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് ഡി എന്നുള്ള സിറ്റിയിലേക്കുള്ള റോഡിന്റെ ലെങ്ത്, അപ്പൊ ആ ലെങ്ത് ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഇതുപോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വാല്യൂ. സോ അതിനെയാണ് വെയിറ്റ് ഓഫ് എൻ എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സപ്പോസ് ഇതാണ് എക്സാമ്പിൾ, കണ്ടോ. ഇതുപോലെ നമുക്ക് ലേബൽ ചെയ്യാം. ലേബൽ ചെയ്യുന്നത് വെയിറ്റ് വെച്ചിട്ടും ലേബൽ ചെയ്യാം. അപ്പൊ ജനറലി അതിന്റെ കോസ്റ്റ്, ഈ രണ്ട് നോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെയിറ്റ് ആയിട്ട്. ഇനി മൾട്ടിപ്പിൾ എഡ്ജസ്. ഇപ്പൊ കുറെ ടേംസ് പറഞ്ഞു, ഒക്കെ എളുപ്പം തന്നെയാണ് കേട്ടോ. എല്ലാം ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു വേർഡ് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. Multiple edges are the distinct edges which connect the same end points are called multiple edges or parallel edges. Means ഈ എഡ്ജ് 1 എന്ന് പറയുന്നത് യുവും വിയും, അതായത് എൻ പോയിന്റ്സ് സെയിം, അടുത്ത എഡ്ജ് എന്ന് പറയുന്നതും എൻ പോയിന്റ് സെയിം. അപ്പൊ രണ്ട് സെയിം നോഡ്സിനെ കണക്ട് ചെയ്യുന്ന എഡ്ജസിനെയാണ് മൾട്ടിപ്പിൾ എഡ്ജസ് അല്ലെങ്കിൽ പാരലൽ എഡ്ജസ് എന്ന് പറയാം. ഇതിൽ തന്നെ ലൂപ്പ് ഉണ്ട്. ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് സെയിം നോഡ് തന്നെ ഈസ് ഈക്വൽ ടു യു കണ്ടോ, സെയിം നോഡിനെ തന്നെ കണക്ട് ചെയ്യുന്നതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ആഡ്സ് 2 ടു ദ ഡിഗ്രി ഓഫ് ദ നോഡ്. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ നോർമലി ഡിഗ്രി പറയുമ്പോൾ ആ നോഡിലേക്ക് കണക്ട് ചെയ്യുന്ന എഡ്ജസിന്റെ എണ്ണമാണല്ലോ. അപ്പൊ ലൂപ്പ് ഒരു നോഡിന് 2 ഡിഗ്രി ആഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഓക്കെ, മൾട്ടിഗ്രാഫും കൂടെ പറഞ്ഞിട്ട് എക്സാമ്പിൾ പറയാം. മൾട്ടിഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗ്രാഫ് വിത്ത് മൾട്ടിപ്പിൾ എഡ്ജസ് ആൻഡ് ഓർ ലൂപ്സ് ഇസ് കോൾഡ് എ മൾട്ടിഗ്രാഫ്. അതായത് ഈ പാരലൽ എഡ്ജസും ലൂപ്സും ഒക്കെയുള്ള ഗ്രാഫിനെയാണ് മൾട്ടിഗ്രാഫ്, അതല്ലെങ്കിൽ സിമ്പിൾ ഗ്രാഫ് എന്നാണ് പറയാ കേട്ടോ. ഈ പാരലൽ എഡ്ജസും ലൂപ്സും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയും, ഇതുണ്ടെങ്കിൽ മൾട്ടിഗ്രാഫ് എന്ന് പറയും. സൈസ് ഓഫ് എ ഗ്രാഫ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ഇറ്റ്. ഓക്കെ, ഒരു ഗ്രാഫിന്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് അതിൽ മൊത്തം എത്ര എഡ്ജ് ഉണ്ടോ അതാണ് സൈസ്. അപ്പൊ ഇനി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ നോക്കാം. ഇപ്പൊ മൾട്ടിപ്പിൾ എഡ്ജ് അല്ലെങ്കിൽ പാരലൽ എഡ്ജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്, കണ്ടോ. എനെ ഇനെ കണക്ട് ചെയ്ത് 2 എഡ്ജസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് പാരലൽ എഡ്ജ്. ദെൻ ഇതാണ് എന്ത്, ലൂപ്പ്. ഇതാണ്. സോ ഒരു നോഡിൽ നിന്ന് തുടങ്ങി ആ നോഡിൽ തന്നെ എൻഡ് ചെയ്യുന്നു. അപ്പൊ ഡിഗ്രി നോക്കുമ്പോൾ ഇയുടെ ഡിഗ്രി എത്രയാ, ഇയിലേക്ക് 3 ഇത് വരുന്നുണ്ട്, എഡ്ജ് വരുന്നുണ്ട്. അപ്പൊ 3 ആണ് ഡിഗ്രി. ഇവിടെ എയുടെ ഡിഗ്രി നോക്കുമ്പോൾ 1 2 3 4 ആണ് ഡിഗ്രി. ബിക്ക് 2 ആണ്, ഡിക്ക് അഗെയിൻ 1 2 3 ആണ്. ദെൻ സി എടുത്തു കഴിഞ്ഞാല് ഇതൊരു എഡ്ജ് ഇതൊരു എഡ്ജ്, പക്ഷെ ഇപ്പൊ 2 ആയി. ദെൻ ഇത് മൊത്തത്തിൽ ഒരു എഡ്ജ് തന്നെയാണ്, പക്ഷെ നമ്മൾ ലൂപ്പിൽ എപ്പോഴും 2 ആയിട്ട് കണക്ട് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം കണ്ടില്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഇവിടെ തന്നെയാണ്. സോ ഡിഗ്രി ഈസ് 2 എന്നാണ് ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ആഡ്സ് 2 ടു ദ ഡിഗ്രി ഓഫ് ദ നോഡ്. സോ 4, സിയുടെ ഡിഗ്രി 4 ആണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഈ ഒരു ഗ്രാഫിന്റെ സൈസ് എത്രയായിരിക്കും, 1 2 3 4 5 6 7 8. അപ്പൊ ഇതൊരൊറ്റ എഡ്ജ് ആണ്. അപ്പൊ ഡിഗ്രിയിലേക്ക് 2 ആണ്, പക്ഷെ എഡ്ജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു എഡ്ജ് ആണ്. അപ്പൊ 5. ഓക്കെ, അപ്പൊ എത്രയായിരുന്നു, 3 4 5 6 7 8. അപ്പൊ അതാണ് സൈസ് ഓഫ് ദ ഗ്രാഫ്. മനസ്സിലായോ? ഇനി ഡയറക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, ഓരോ ഗ്രാഫിന്റെ സ്പെഷ്യാലിറ്റി നോക്കാം നമുക്ക്. ഡയറക്റ്റഡ് ഗ്രാഫ് അതല്ലെങ്കിൽ ഡൈഗ്രാഫ് എന്ന് പറയും. അതായത് എല്ലാ എഡ്ജസിനും ഡയറക്ഷൻ ഉണ്ടായിരിക്കും.
For directed graph ordered pair UV for an edge UV, the edge begins at U and terminates at V. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡയറക്ഷൻ ഉണ്ട്. യു എന്ന് പറയുന്നത് ഒറിജിൻ ആണ് അല്ലെങ്കിൽ ഇനീഷ്യൽ പോയിന്റ് ആണ്. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ് എന്നും പറയും. അത് പല പല പേരുകളുണ്ട് കേട്ടോ. യു ഇസ് ദ പ്രെഡിസസർ ഓഫ് വി ആൻഡ് വി ഇസ് ദ സക്സസർ ഓഫ് യു. ഡോട്ട്സ് യു ആൻഡ് വി ആർ അഡ്ജസെന്റ് ടു ഈച്ച് അതർ. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ എഡ്ജിനെ നമ്മൾ ഇ എ എന്ന് പറയില്ല, ഇതിനെ എ ഇ എന്ന് മാത്രമേ പറയുള്ളൂ. എ ആണ് പ്രെഡിസിസർ, ഇ ആണ് സക്സസർ. അതായത് എ ഇസ് ദ ഇനീഷ്യൽ പോയിന്റ്, ഇ ഇസ് ദ ഡെസ്റ്റിനേഷൻ പോയിന്റ്. അതുപോലെയാണ് ഓരോന്നും. ഡി എന്നേ പറയുള്ളൂ, തിരിച്ചു പറയാൻ പറ്റില്ല. ദർ ഇസ് എ ഡയറക്ഷൻ, വി ആർ ഗോയിങ് ഫ്രം ഡി ടു എ. അപ്പൊ അതിൽ വ്യത്യാസമില്ല. അപ്പൊ ഇതിനെയാണ് ഡൈഗ്രാഫ്, അതായത് ഡയറക്റ്റഡ് ഗ്രാഫിന്റെ ഷോർട്ട് ഫോം ആണ് ഡൈഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ എഡ്ജിനും ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും. ഇനി ഈ ഡയഗ്രാഫിന് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജി ഉണ്ട്, അതും കൂടെ നോക്കാം നമുക്ക്. നമ്മൾ ഡിഗ്രി എന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു ഗ്രാഫിന്. ഇവിടെ അത് ഇൻ ഡിഗ്രി എന്നും ഔട്ട് ഡിഗ്രി എന്നും രണ്ട് തരമായിട്ട് പറയേണ്ടി വരും. ഔട്ട് ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നോഡ്സ്, ഐ മീൻ എഡ്ജസ്, അതിനെയാണ് ഔട്ട് ഡിഗ്രി. ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ഒറിജിനേറ്റ്സ് അറ്റ് യു. എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എയിൽ നോക്കുമ്പോൾ എനിക്ക് 3 എഡ്ജസ് ഉണ്ട് എയിനെ കണക്ട് ചെയ്തിട്ട്. പക്ഷെ അതിൽ 2 എണ്ണം എയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഒരെണ്ണം എയിലേക്ക് വരുന്നതുമാണ്. സോ പുറത്തേക്ക് പോകുന്നതിനെയാണ് ഔട്ട് ഡിഗ്രി എന്ന് പറയാം. അപ്പൊ ഔട്ട് ഡിഗ്രി എത്രയാ? 2 ആണ്. ഇ നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണേ പുറത്തേക്കുള്ളൂ, അപ്പൊ 1. ഡിയിലോ 1 ഉള്ളൂ. ദെൻ അതുപോലെ ബിയിലോ 1 ഉള്ളൂ. അടുത്തത് ഇൻ ഡിഗ്രി. ഇൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ടെർമിനേറ്റ്സ് അറ്റ് യു. അതായത് ഇൻ ഉള്ളിലേക്ക് വരുന്നവരെയാണ് ഇൻ ഡിഗ്രി എന്ന് പറയാം. എയിലേക്ക് ഒരാളെ വരുന്നുള്ളൂ, അപ്പൊ ഡിഗ്രി 1 ആണ്. ഡിയിലേക്ക് നോക്കിയോ 2 പേര് വരുന്നുണ്ട്, ഡിഗ്രി 2 ആണ്. ദെൻ ബിയിലേക്ക് ഒരാൾ വരുന്നുണ്ട്, ഡിഗ്രി 1 ആണ്. അപ്പൊ അതുപോലെ മനസ്സിലായല്ലോ. ഇനി ഡിഗ്രി ഓഫ് എ നോഡ് വിൽ ബി ദ ഇൻ ഡിഗ്രി പ്ലസ് ഔട്ട് ഡിഗ്രി ആണ് ജനറൽ ഡിഗ്രി പറഞ്ഞാൽ. ഇപ്പൊ എക്ക് ഇൻ ഡിഗ്രി 1 പ്ലസ് ഔട്ട് ഡിഗ്രി 2, അപ്പൊ മൊത്തം 3. Isolated vertex. A vertex with a degree 0 is an isolated vertex. Such a vertex is not an endpoint of any edge. Okay. ഒരു എഡ്ജിന്റെ പോയിന്റ് ആവാത്ത ഒരെണ്ണമായിരിക്കും നമ്മൾ നേരത്തെ കണ്ടത് തന്നെ ഐസൊലേറ്റഡ് വേർട്ടെക്സ്. ഡിഗ്രി 0 ആയിരിക്കും. അപ്പൊ ഇതിൽ അതൊന്നും ഇല്ല, ഐസൊലേറ്റഡ് എഡ്ജ് ഇല്ല കേട്ടോ. ഇനി പെൻഡന്റ് വേർട്ടെക്സ്. എ വേർട്ടെക്സ് വിത്ത് ഡിഗ്രി 1, അതിനെയാണ് ലീഫ് വേർട്ടെക്സ് അല്ലെങ്കിൽ പെൻഡന്റ് വേർട്ടെക്സ് എന്ന് പറയാം. അപ്പോ ഈ ഒരു ഗ്രാഫിൽ ഇല്ല അല്ലെ, ഡിഗ്രി 1 ആയിട്ടുള്ള ഇല്ല. അല്ലെങ്കിൽ ഒരൊറ്റ എഡ്ജ് മാത്രം കണക്ട് ചെയ്യുന്നവരെയാണ് പെൻഡന്റ് വേർട്ടെക്സ് എന്ന് പറയാ. കട്ട് വെർട്ടെക്സ് ഉണ്ട്. എ വേർട്ടെക്സ് when it is deleted would disconnect the remaining graph. ഏതെങ്കിലും ഒരു വേർട്ടെക്സിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഈ ഗ്രാഫ് ഡിസ്കണക്ട് ആവും. അങ്ങനെയുള്ളൊരു വേർട്ടെക്സിനെയാണ് കട്ട് വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് വേർട്ടെക്സ് നോക്കാം. അതായത് when it is deleted it would disconnect the remaining graph. അപ്പൊ അങ്ങനെ ഒരു വേർട്ടെക്സ് ഈ ഒരു ഇതിൽ ഇല്ല. അതായത് ഞാനിപ്പോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ഈ റേസർ മായില്ല കേട്ടോ. സോ ഞാനിപ്പോ എ ആണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വിചാരിക്കുക. എ എന്നുള്ള നോഡ് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഓഫ്കോഴ്സ് എയിലേക്ക് കണക്ട് ചെയ്യുന്ന എഡ്ജസ് എല്ലാം പോവും. അപ്പൊ ഈ എഡ്ജസ് എല്ലാം പോയി. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരൊറ്റ ഗ്രാഫ് തന്നെയാണ് അല്ലെ. ഇന്ന് ഡി ഡി സി ബി ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടുക. അപ്പൊ ഡിസ്കണക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ഗ്രാഫ് നോക്കാം. അപ്പൊ അതിൽ ഈ ഒരു വേർട്ടെക്സിനെ ഞാൻ ഡിലീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു വേർട്ടെക്സിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഈ വേർട്ടെക്സ് പോകുമ്പോൾ ഓഫ്കോഴ്സ് അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള എഡ്ജസും പോകണം. ഇപ്പൊ എന്തുണ്ടായി? 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ്, ഡിസ്കണക്ട് ആയിട്ടുള്ള 2 ഗ്രാഫ് കിട്ടിയില്ലേ. സോ ഇങ്ങനത്തെ വേർട്ടെക്സിനെയാണ് നമുക്ക് കട്ട് വേർട്ടെക്സ് എന്ന് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? When it is deleted it would disconnect the remaining graph. So the source. A node is known as a source if it has a positive out degree but a 0 in degree. ഇപ്പോൾ ഒരു നോഡ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് സോഴ്സ്. അപ്പോൾ അതിന് ഔട്ട് ഡിഗ്രി മാത്രമേ ഉള്ളൂ, ഇൻ ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെയാണ് സോഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഇതിലൊരൊറ്റ നോഡ് അതുപോലത്തെ ഇല്ല. അപ്പൊ എല്ലാ നോഡിലും ഇന്നും ഔട്ടും ഉണ്ട്. അപ്പൊ ഔട്ട് ഡിഗ്രി മാത്രമുള്ള നോഡിനെയാണ് സോഴ്സ് എന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെ സിങ്ക് എന്ന് പറയുമ്പോൾ ഇൻ ഡിഗ്രി റിസീവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇൻ ഡിഗ്രി മാത്രമുള്ള നോഡിനെയാണ്
A node is known as a sink if it has a positive in degree but a zero out degree. Out degree ഇല്ലാതെ in degree മാത്രമുള്ള നോഡാണ് സിങ്ക്. സോ ടെർമിനോളജി ഓഫ് എ ഡയറക്റ്റഡ് ഗ്രാഫ് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. റീച്ചബിലിറ്റി എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതായത് നോഡ് വി is said to be reachable from node u if and only if there exists a directed path from node u to node v. ഇപ്പോൾ അൺഡയറക്റ്റഡ് ഗ്രാഫിൽ റീച്ചബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്ത് ഉണ്ടായാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഡയറക്റ്റഡ് പാത്ത് ഉണ്ടായിരിക്കണം, എന്നാലാണ് അത് റീച്ചബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നേരത്തെ ഒരു ഇതന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ എയിൽ നിന്ന് സി റീച്ചബിൾ ആണോ എന്ന് നോക്കണം. റീച്ചബിൾ ആണെന്നൊക്കെ എയിൽ നിന്ന് ബിയിലേക്ക് പോവാം, ബിയിൽ നിന്ന് സിയിലേക്ക് പോവാം. യെസ്, സി റീച്ചബിൾ ആണ്. ബിയിൽ നിന്ന് ഇ റീച്ചബിൾ ആണോ നോക്കാം കേട്ടോ. ബിയിൽ നിന്ന് ഇ റീച്ചബിൾ ആണോ നോക്കാം. അപ്പൊ ബിയിൽ നിന്ന് ഔട്ടായിട്ട് സിയിലേക്ക് പോയി, സിയിൽ നിന്ന് ഡിയിലേക്ക് പോയി, ഡിയിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, പക്ഷെ ഡിയിൽ നിന്ന് എയിലേക്ക് പോവാം, എയിൽ നിന്ന് ഇയിലേക്ക് പോവാം. യെസ്, റീച്ചബിൾ ആണ്. കണ്ടോ, ഇങ്ങനെയാണ് റീച്ചബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി സ്ട്രോങ്ലി കണക്റ്റഡ് ഡയറക്റ്റഡ് ഗ്രാഫ്. സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ് നമ്മൾ കണ്ടു. എല്ലാ നോഡ്സും ഡയറക്റ്റ് പാത്ത് ഉണ്ട്, കണക്ട് ചെയ്യുന്ന പാത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഡയറക്റ്റഡും കൂടി വരുമ്പോൾ ഇപ്പൊ നമ്മൾ പോയ പോലെ ആ പാത്ത് ഫോളോ ചെയ്ത് കറക്റ്റ് വെറുതെ ലൈൻ ഉണ്ടായാൽ പോരാ, ഡയറക്ഷൻ കറക്റ്റും കൂടി ആവണം. A digraph is said to be strongly connected if and only if there exists a path between every pair of nodes. If there is a path from node u to v, then there should be a path from v to u. അതായത് രണ്ട് സ്ഥലത്തേക്കും പാത്ത് വേണം. ഇതാണ് ഡയറക്റ്റഡ് ഗ്രാഫ്. കണ്ടോ, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു വഴിയുണ്ട്, അതുപോലെ തന്നെ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു വഴിയുണ്ട്. സോ സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് there exists a path between every pair of nodes in G. Next, unilaterally connected graph. Digraph is said to be unilaterally connected if there is an exist a path between any pair of u and v such that there is a path from u to v or a path from v to u but not both. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ആവാം, അതില്ലാന്നുണ്ടെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് ആവാം, രണ്ടും ഒരുമിച്ചുണ്ടാവാൻ പാടില്ല. മനസ്സിലായല്ലോ? അതിനെയാണ് യൂണിലേറ്ററലി കണക്റ്റഡ് എന്ന് പറയുന്നത്. ഇനി വീക്ക്ലി കണക്റ്റഡ് ഗ്രാഫ്. എ ഗ്രാഫ് ഇസ് സെറ്റ് ടു ബി വീക്ക്ലി കണക്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ ഇഗ്നോറിംഗ് ദ ഡയറക്ഷൻ ഓഫ് എഡ്ജസ്. വീക്ക്ലി കണക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ, അതായത് നോർമൽ ഗ്രാഫിൽ നമ്മൾ കണക്റ്റഡ് പറയാറില്ലേ, അതുപോലെ ഡയറക്ഷൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു എഡ്ജസ് ഉണ്ടായാൽ മതി. അപ്പൊ ഇഗ്നോറിംഗ് ദ ഡയറക്ഷൻ അത് കണക്റ്റഡ് ആണെങ്കിൽ അതിന് വീക്ക്ലി കണക്റ്റഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഇഗ്നോറിംഗ് ദ ഡയറക്ഷൻ if it is connected, which is known as the weakly connected graph. So the nodes in a weakly connected directed graph must have either out degree or in degree of at least 1. അപ്പോൾ ഒരു വീക്ക്ലി കണക്റ്റഡ് ആവണമെങ്കിൽ രണ്ടൊന്നും വേണമെന്നില്ല, either in degree or out degree or minimum 1 ഉണ്ടായാൽ മതി. Simply directed graph. A directed graph is said to be simple. Simple ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരലൽ എഡ്ജസും ലൂപ്സും ഉണ്ടാവാൻ പാടില്ല. Simple if and only if it has no parallel edges. ഇപ്പൊ മെയിൻ ആയിട്ട് it has no parallel edge എന്നുള്ളതാണ്. Then it may contain cycles with an exception that it cannot have more than one loop at a given node. അപ്പൊ സിമ്പിൾ ആവണമെങ്കിൽ പാരലൽ എഡ്ജസ് ഉണ്ടാവാൻ പാടില്ല. ദെൻ സൈക്കിൾസ്, ഇതുപോലെ ഇപ്പൊ ഇതൊരു സൈക്കിൾ അല്ലേ, അങ്ങനെ സൈക്കിൾ ആവാം, സൈക്കിൾ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ദെൻ ലൂപ്സിന്റെ കാര്യത്തിൽ ഒരു നോഡില് മിനിമം ഒരു ലൂപ്പ് വരെ അലൗഡ് ആണ്, അതിൽ കൂടാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ അത് സിമ്പിൾ ഡയറക്റ്റ് ഗ്രാഫ് ആവില്ല. സോ പാരലൽ എഡ്ജസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ കൺസെപ്റ്റ്. സോ ഇതൊരു സിമ്പിൾ ഡയറക്റ്റ് ഗ്രാഫ് ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പാരലൽ എഡ്ജ് ആണോ എന്ന് തോന്നും, പക്ഷെ ഇത് പാരലൽ എഡ്ജ് അല്ല. ഇതിന്റെ സോഴ്സും ഡെസ്റ്റിനേഷനും വെവ്വേറെയല്ലേ. അതായത് ഇതിന്റെ ഡയറക്ഷൻ നോക്കൂ, ഇത് 2 to 3 പോണതാണ്, ഇത് 3 to 2 പോണതാണ്, രണ്ടും ഡിഫറെന്റ് ആണ്. ഡയറക്റ്റ് ഗ്രാഫ് ആകുമ്പോൾ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ദെൻ സൈക്കിൾസ് ഫോം ചെയ്യാം, കുഴപ്പമില്ല, അതൊന്നും സിമ്പിൾ ഗ്രാഫിനെ ബാധിക്കില്ല. ദെൻ ലൂപ്സ് ആവാം, കണ്ടോ, ഒരു നോഡിൽ ഒരു ലൂപ്പ് വെച്ചിട്ട് ആവാം, അതും കുഴപ്പമില്ല. ഓക്കെ, സോ ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ്. ഗ്രാഫിന്റെ ആപ്ലിക്കേഷൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, പല പല ഏരിയാസിലാണ് ആപ്ലിക്കേഷൻ. ഇപ്പൊ സർക്യൂട്ട് നെറ്റ്വർക്ക്സ് എടുത്തു കഴിഞ്ഞാൽ ദ പോയിന്റ്സ് ഓഫ് കണക്ഷൻ ആർ ഡ്രോൺ ആസ് വേർട്ടിസസ് ആൻഡ് കമ്പോണന്റ് വയേഴ്സ് പിക്കം ദ എഡ്ജസ്. ഓക്കെ, സർക്യൂട്ട് കണക്ഷൻ പോയിന്റ്സ് വേർട്ടിസസ് ആയിട്ടും ദെൻ വയേഴ്സിന് എഡ്ജസ് ആയിട്ടും കാണിക്കാൻ പറ്റും.
ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്സ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റേഷൻസ് ആർ ഡ്രോൺ ആസ് വെർട്ടിസസ് ആൻഡ് റൂട്ട്സ് എഡ്ജസ് ആവും. Then maps that draw cities, states, regions as vertices and adjacency relations as edges. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഫ്ലോ അനാലിസിസിൽ ഫ്ലോ ചാർട്ടിൽ പ്രൊസീജിയേഴ്സ് ഓർ മോഡ്യൂൾസ് ആർ ട്രീറ്റഡ് ആസ് വെർട്ടിസസ്. ദെൻ കോൾസ്, പ്രൊസീജിയർ കോൾസ്, ഫംഗ്ഷൻ കോൾസ്, ഇതിനെല്ലാം നമുക്ക് എഡ്ജസ് ആക്കി വരയ്ക്കാം. Once we have a graph of a particular concept, they can be easily used for finding shortest path, project planning. ഇതൊക്കെ ഗ്രാഫ് വെച്ച് ചെയ്യാം. ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ കൺട്രോൾ ഫ്ലോ ചാർട്ടിൽ ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കണ്ടീഷൻസ് ഇൻ എ പ്രോഗ്രാം ആർ റെപ്രസെന്റഡ് ആസ് നോഡ്സ് ആൻഡ് ദ ഫ്ലോ ഓഫ് കൺട്രോൾ ഇസ് റെപ്രസെന്റഡ് ആസ് എഡ്ജസ്. അപ്പൊ ഏതൊക്കെ ആപ്ലിക്കേഷനിലും ഇതുപോലെ നോഡ്സ് ആയിട്ടും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഡ്ജസ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ നമുക്ക് ഗ്രാഫിന്റെ ആപ്ലിക്കേഷൻസ് കാണാം. In state transition diagram, nodes are used to represent the states. Edges represents legal moves from one state to another. Graphs are also used to draw activity network diagram. Activity network diagram എന്ന് പറയുന്നത് ഒരു പ്രോജക്ട് മാനേജ്മെന്റിന്റെ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. Represent the independent relationship between group, step, task and have significant impact on the project. So ഇത്രയൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു അല്ലെ ക്ലാസ്. എല്ലാം ജനറൽ ടോപ്പിക്സ് ആണ്, വളരെ സിമ്പിൾ ആണ്, കുട്ടി ടോപ്പിക്സ് ആണ്. അപ്പോൾ ഓരോന്നും കേൾക്കുമ്പോൾ ഇപ്പോൾ വീക്ക്ലി കണക്റ്റഡ് എന്താ, സ്ട്രോങ്ലി കണക്റ്റഡ് എന്താ, ഡിഗ്രി എന്താണ്, ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.